തമ്മിലല്ലേട്ടാ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നമ്മളത് കണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ജയമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നായിരുന്നു. ഇന്ത്യ ജയിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ നമ്മുടെ മുന്നിൽ വീണ്ടും മുട്ടുകുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സാധാരണ ഈ മത്സരങ്ങൾ കഴിഞ്ഞാൽ ജയിച്ച ടീം തോറ്റ ടീമിനെ കൈ കൊടുത്ത് പോകുന്ന ഒരു രീതിയുണ്ട്. അത് നിയമമൊന്നുമല്ല, രീതിയാണ്. ഇവിടെ പാകിസ്ഥാന് ഇന്ത്യ കൈ കൊടുത്തില്ല, പിന്നെ അങ്ങോട്ട് തുടങ്ങി. എന്താ സംഭവം? പാകിസ്ഥാൻ ഇപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നുള്ള ഭീഷണിയാണ്. ഇന്ന് ബുധനാഴ്ച, ഇന്ന് അവർക്ക് ആതിഥേയരായ UAEക്കെതിരെയുള്ള മത്സരമുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെയും മാച്ച് റഫറി ആൻഡി പേക്രോഫ്റ്റ്, ഇപ്പോൾ ഇന്ത്യയെക്കാൾ വലിയ എതിരാളി ഇപ്പോൾ ആൻഡി പേക്രോഫ്റ്റ് ആണ്. കാരണം അയാളാണ് ഈ മത്സരം നിയന്ത്രിച്ചത്. ഈ ആൻഡി പേക്രോഫ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റന് അനുമതി കൊടുത്തു പോലും പാകിസ്ഥാനുമായിട്ട് ഹസ്തദാനം ചെയ്യാതെ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങാൻ. അതേപോലെ ടോസിൻ്റെ സമയത്ത് പരസ്പരം ഹസ്തദാനം ചെയ്യേണ്ടതില്ല എന്ന് ഈ ആൻഡി പേക്രോഫ്റ്റ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പോലും പറഞ്ഞുവെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ മാച്ച് റഫറി ആൻഡി പേക്രോഫ്റ്റിനെതിരെ നടപടിയെടുക്കണം. ഇദ്ദേഹത്തെ ഈ ടൂർണമെൻറ്റിൽ നിന്ന് മാറ്റി നിർത്തണം. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ BCCI ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു മാന്യതയുടെ ഒരു പ്രകടനം എന്ന രീതിയിലാണ് രണ്ട് ടീമുകളും പരസ്പരം ഹസ്തദാനം ചെയ്യുന്നതും അല്ലെങ്കിൽ മത്സരശേഷം പരസ്പരം അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ആശംസ അറിയിക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിയമപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തടത്തോളം കാലം ഇന്ത്യക്ക് അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നത്, ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് മാന്യതയുടെ കളി എന്നാണല്ലോ പൊതുവെ പറയപ്പെടുക. ഒരു എന്താ പറയുക, ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു മാന്യത, ഒരു സൗഹൃദം, ഇതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് ഈ ഹസ്തദാനമൊക്കെ. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സൗഹൃദ ഭാവം പാകിസ്ഥാനോട് കാണിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BCCIയും ടീം അധികൃതരും, പ്രത്യേകിച്ച് ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകൻ ഗൗതം ഗംഭീർ, ഇവരൊക്കെ കൊടുത്ത നിർദ്ദേശാനുസരണമാണ് ടീം അംഗങ്ങൾ പാകിസ്ഥാനോട് ഇത്തരത്തിൽ പെരുമാറിയത്. അതായത് പാകിസ്ഥാൻ താരങ്ങളോട് സംസാരിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഹസ്തദാനം ചെയ്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിയിടിച്ചാൽ മിണ്ടില്ല എന്നുള്ളൊരു നിലപാട് പോലും ഇന്ത്യ എടുത്തു എന്നുള്ളതാണ് ഇത് ഏറ്റവും നിർണായകമായത്. അപ്പോൾ പാകിസ്ഥാൻ നാണം കെട്ട ഒരവസ്ഥയിലാണ്, അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലാണ് അവർക്കുണ്ടായത്. കാരണം ഈ മത്സരശേഷം ടീം അംഗങ്ങൾ മടങ്ങിയിട്ട് മൊത്തത്തിൽ ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് എതിർ ടീമിനെ ഹസ്തദാനം ചെയ്തു പോവുക എന്നുള്ളതാണ് ഒരു നിലവിലെ ഒരു നടപ്പ് രീതി. അങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പാകിസ്ഥാൻ താരങ്ങൾ ഗ്രൗണ്ടിൽ കാത്തു നിന്നപ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലടച്ച് കളയുന്ന ദൃശ്യമാണ് വരുന്നത്. പിന്നീട് പാകിസ്ഥാൻ്റെ തന്നെ ഹെഡ് കോച്ച് മൈക്ക് ഹെസൻ, അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്, ഈ ടീം അംഗങ്ങൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽക്ക് പോയി നിന്നു എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ടീം. പക്ഷേ ഇന്ത്യക്കാരും പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആകെ നാണം കെട്ട് ആകെ ബുദ്ധിമുട്ടായിപ്പോയി അവർക്ക്. അതാണ് ഈ പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രസകരമായൊരു സംഗതി ഉണ്ടായി. ഈ ഇന്ത്യക്കെതിരെ പരാതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ അവരുടെ സ്വന്തം ഒരാളെ പുറത്താക്കുകയും ചെയ്തു. അയാളുടെ പേര് ഉസ്മാൻ വാല എന്നാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഡയറക്ടർ ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപം, ഇന്ത്യ ഇങ്ങനെ പെരുമാറിയതിന് എതിരെ ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് ഈ ഏഷ്യ കപ്പിൻ്റെ നടത്തിപ്പ് ചുമതല. അവർക്ക് കൃത്യസമയത്തിൽ പരാതി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്ത രാഹിത്യം, കർത്തവ്യ നിർവഹണത്തിൽ പാളിച്ച തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഇദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വാസ്തവം. പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇന്ത്യൻ ടീം അവർക്ക് പാകിസ്ഥാൻ ടീമിന് ഹസ്തദാനം നൽകിയില്ല എന്നുള്ളത്. അദ്ദേഹം പറയുന്നത്, ചില സമയത്ത് നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറം മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ടീമിനോട് ഹസ്തദാനം നൽകിയില്ല എന്നുള്ളതും പറയുന്നു. അതുകൂടാതെ സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിൻ്റെയും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെയും നിർദ്ദേശാനുസരണമാണ് കളിക്കുന്നത്. അവരെന്താണോ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അത് ഞങ്ങൾ ചെയ്യുന്നു. വ്യക്തിപരമായിട്ട് ഈ ഇന്ത്യയുടെ മുൻ താരം സുരേഷ് റൈന നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട്. ടീം അംഗങ്ങളിൽ പലരോടും വ്യക്തിപരമായി സംസാരിച്ചാൽ അവരാരും പാകിസ്ഥാനെതിരെ കളിക്കാൻ തയ്യാറാവില്ല. അത്രയ്ക്ക് വലിയൊരു മാനസികാവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. പക്ഷേ BCCI ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതുകൊണ്ട്
കളിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിൽ കളിക്കാർ കളത്തിൽ ഇറങ്ങിയതാണ് എന്നാണ് സുരേഷ് റെയ്ന പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കരുതിക്കൂട്ടി തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറിയത്. അവർ നേരത്തെ തന്നെ എന്താണ് ഗ്രൗണ്ടിൽ ചെയ്യേണ്ടത് എന്നുള്ള പദ്ധതി കൃത്യമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വലിയ പരാതിയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഇന്ത്യക്കെതിരെ പിഴ ചുമത്തണം, മാച്ച് റഫറിയെ പുറത്താക്കണം. ഇതല്ലെങ്കിൽ അവർ ടൂർണമെൻറ്റിൽ നിന്ന് ബഹിഷ്കരിച്ച് പോകും എന്നുള്ളതാണ്. അങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഏഷ്യ കപ്പ് ബഹിഷ്കരിച്ചാൽ ഇന്ന് അവർക്ക് UAE-യുമായിട്ടുള്ള മത്സരമാണുള്ളത്. സ്വാഭാവികമായിട്ടും UAE-ക്ക് അടുത്ത ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക്, അടുത്ത 2ാം റൗണ്ട് മത്സരങ്ങളിലേക്ക് യോഗ്യത കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പാകിസ്ഥാൻ ഒരു മത്സരം തോറ്റ സ്ഥിതിക്ക് ഒരു മത്സരം ബോയ്ക്കോട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ അവർ കളിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചാൽ, സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ടൂർണമെൻറ്റിൽ അയോഗ്യതരാകും. ഒരു പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അച്ചടക്ക നടപടി പോലും പാകിസ്ഥാനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരെ അത്തരത്തിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ നിലവിലെ നിയമപ്രകാരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് പറ്റില്ല. കാര്യം ഇത്തരത്തിൽ ഹസ്തദാനം ചെയ്യണമെന്ന് നിയമപുസ്തകത്തിലില്ല. പക്ഷേ ഒരു താക്കീതോ അല്ലെങ്കിൽ ഒരു പിഴയോ ചിലപ്പോൾ വന്നേക്കാം. അതും സാധ്യത മാത്രമാണ്. താക്കീതും പിഴയും വരാൻ, അതായത് ഈ ക്രിക്കറ്റ് മാന്യതയുടെ ഒരു കളി, മാന്യന്മാരുടെ കളി എന്നാണല്ലോ പൊതുവെ വിലയിരുത്തുക. അപ്പോൾ മര്യാദ ലംഘനം അല്ലെങ്കിൽ മാന്യത ഇല്ലാതെ പെരുമാറി എന്നൊക്കെ കാരണം പറഞ്ഞ് വേണമെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെ നടപടിയെടുക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ഗുരുതരമായ ശിക്ഷാ നടപടികളിലേക്ക് പോകാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിയമപുസ്തകത്തിൽ തൽക്കാലം വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. പാകിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റനും കളിക്കാരനുമായ മിസ്ബാ ഉൽ ഹക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. കാരണം അവർക്ക് ഇന്ത്യയെ പോലെയുള്ള വമ്പൻ ടീമുകളെ തോൽപ്പിക്കാനുള്ള സന്നാഹങ്ങളില്ല, ശേഷിയില്ല. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിരന്തരമായി മത്സരങ്ങൾ നടത്തുന്നത് കുഞ്ഞൻ ടീമുകളുമായിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ സിംബാബ്വേയാണ് പാകിസ്ഥാൻ്റെ സ്ഥിരം വേട്ടമൃഗം. സിംബാബ്വെ, അല്ലെങ്കിൽ അയർലൻഡ്, അല്ലെങ്കിൽ ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, ഇതേപോലെ താരതമ്യേന ദുർബലമായ ടീമുകൾക്കെതിരെയാണ് പാകിസ്ഥാൻ നിരന്തരം കളിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കെതിരെ അവർക്ക് ടൂർണമെൻറ്റ് കളിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുമതിയില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അതേപോലുള്ള വമ്പൻ ടീമുകൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഇവർക്കെതിരെയൊക്കെ ടൂർണമെൻറ്റ് കളിക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ല. കാരണം ഈ അവിടെ നിരന്തരമായി നടക്കുന്ന ഭീകരാക്രമണ ഭീഷണികൾ മൂലം, അല്ലെങ്കിൽ സംഭവങ്ങൾ മൂലം ഇത്ര അന്താരാഷ്ട്ര ടീമുകളൊന്നും പാകിസ്ഥാനിലേക്ക് സന്ദർശനത്തിന് വരില്ല. അപ്പോൾ പാകിസ്ഥാനിൽ ടൂർണമെൻറ്റുകൾ നടക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ആഭ്യന്തര ക്രിക്കറ്റ് പോലും ദുർബലപ്പെട്ടു വരികയാണ്. കാരണം പാകിസ്ഥാനിൽ വലിയ മത്സരങ്ങളൊന്നും നടക്കുന്നില്ല, വലിയ വേദികളിലൊന്നും നടക്കുന്നില്ല. പല ക്രിക്കറ്റ് വേദികളും അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ കാലിത്തൊഴുത്തുകൾക്ക് സമാനമായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഭ്യന്തര തലത്തിൽ പുതിയ താരങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിലവിലുള്ള താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള മത്സര പരിചയം ഉണ്ടാകുന്ന, വമ്പൻ ടീമുകൾക്കെതിരെ മത്സരിച്ച് പരിചയം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ടീം ഇപ്പോൾ വളരെ ദുർബലമാണ്. അപ്പോൾ ഈ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഏഷ്യ കപ്പിൽ പാകിസ്ഥാന് വലിയ കിരീട സാധ്യതകളൊന്നുമില്ല. ഇനിയുള്ള മത്സരങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയാണ് ഈ നിലവിൽ ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരം മൊത്തത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ നോക്കിയാലും ഇന്ത്യയാണ് നമ്പർ 1 ടീം. ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന മറ്റ് ഏത് ടീമിനും, ഏത് ചെറിയ ടീമിനും പാകിസ്ഥാനെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് ദുർബലമാണ് പാകിസ്ഥാൻ ടീം ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ. അപ്പോൾ ആ ഒരു നാണക്കേട് ഭയന്നിട്ട് വേണമെങ്കിലും പാകിസ്ഥാന് ഈ ടൂർണമെൻറ്റിൽ നിന്ന് വേണമെങ്കിൽ ഓടി ഒളിക്കാവുന്നതാണ്. പറയാൻ ഒരു ന്യായവും പറയാം, ഇന്ത്യക്കെതിരെ നടപടിയെടുത്തില്ല എന്നും പറഞ്ഞു.